ഇന്നൊരു സൺഡേ വ്ളോഗ് കേട്ടോ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കൂ. അങ്ങനെ സുഫിമോന് മാഷാല്ലാ അപ്പോൾ ഒറ്റയ്ക്ക് സൈക്കിൾ വേണം മദർസക്ക് പോകല് കേട്ടോ. അങ്ങനെ ഓന് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ നേരം വെളുത്താൽ പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, ഓട്ടോറിക്ഷ എടുത്തിട്ടില്ല. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ KPS കാറ്ററിംഗ് ഇവൻറ്റിൻ്റെ ഓലെ വീഡിയോ എടുത്തിട്ട് നമുക്ക് റീൽ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും നമുക്ക് പരിപാടി കിട്ടലുണ്ടെങ്കിലും KPSൻ്റെ പരിപാടിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോ തിരക്കിനിടയിൽ ഇങ്ങനത്തെ ചെറിയ വരുമാനങ്ങളൊക്കെയുമായിട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ പിടിച്ച് നിൽക്കുന്നത് സത്യമായിട്ട്. അങ്ങനെ നേരെ പോയി കരുവാരണ്ട് പുന്നക്കാട് എത്തി. പുന്നക്കാട് നമ്മളെ സഫാരി കാർസ് നമ്മൾ അൻഫുവിൻ്റെ പഴയ ഷോറൂം കേട്ടോ. അങ്ങനെ ഒന്ന് സൺഡേ ആയിട്ട് തുറന്നിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ KK തലയിലെത്തി. KK തലയിൽ കണ്ണത്തുള്ള പാരഡൈസ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഇന്നത്തെ പരിപാടി. രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേനാണ് നമ്മൾ സാധാരണ അവിടെ എത്തൽ. അവിടെ ചെല്ലുമ്പോഴത്തേന് കാറ്ററിങ്ങിൻ്റെ ടീം ഇവൻ്റെ ടീമൊക്കെ സെറ്റാക്കി നിർത്തിക്കും. അതായത് നമ്മളെ സ്വന്തം അഫ്സൽ ബായിൻ്റെ ടീമാണ് ഈ നിൽക്കുന്ന ചെങ്ങമരക്കത്താണ് അഫ്സൽ കേട്ടോ. അങ്ങനെ ഓല് ഫുള്ള് സെറ്റായിട്ട് ശേഷം ഇത് നമ്മളെ സ്വന്തം ആളാണ്. അത് ഈ വരുന്നത് നമ്മളെ സ്വന്തം ആളാണ്. പിന്നെ ഇത് ഫഹദാണ്, ആൾ ജിമ്മാട്ടോ. ആളോട്ട് കളിച്ചാൽ പണിയാവും, പണി പാളും. അങ്ങനെ അഫ്സൽ രാവിലത്തെ മീറ്റിങ്ങും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, നമ്മൾ KPS കാറ്ററിംഗ് ഇവൻറ്റിൻ്റെ ഫുള്ള് സെറ്റപ്പ് ഒരുക്കും. പിന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഉച്ച ആകുമ്പോഴത്തേനാണല്ലോ നമ്മുടെ കല്യാണത്തിൻ്റെ വർക്കേഴ്സൊക്കെ വരിക. സ്റ്റേജൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്നിട്ട് ഉള്ള ഫുൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ്. അങ്ങനെ നല്ല മന്തി റൈസും പിന്നെന്താ പറയുക അൽഫാമും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിന്. അതൊക്കെ കഴിച്ചാണ്ട് ഏകദേശം 2, 3, 4 മണിക്കൂറിൻ്റെ പരിപാടിയും കഴിഞ്ഞാണ്ട് ഞാൻ നേരെ പെരേക്ക് തിരിച്ചു സുഹൃത്തുക്കളെ. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 1, 2 മാക്സിമം പോയാൽ 3 ദിവസം എടുക്കും. ഇത് നമ്മൾ അൻഫുവിൻ്റെ പുതിയ ഷോറൂം, അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് താഴെ പോയാലാണ് അതുപോലെ ആക്സസറീസിൻ്റെ ഷോറൂം നമ്മുടെ കരുവാറുണ്ട്. നമ്മളൊക്കെ അൻഫുവിനൊക്കെ പരിചയമുണ്ട്. ആൾ എന്താ പറയുക ഫ്രണ്ട്ലിയാണ്, ആൾ വളരെ ഫ്രണ്ട്ലിയാണ്. പോണ വഴിക്ക് നമ്മളൊരു എന്താ പറയുക പുത്തംകുളത്ത് വെച്ച് വണ്ടി ഒരു ആക്സിഡൻറ്റ്, ഉണ്ടതല്ല ഒരു കാറ് എന്താ പറയുക ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ ഇത്ര കാലം വണ്ടി കൊണ്ട് നടന്നിട്ട് ചെറിയൊരു മറിച്ചിലും 4 ദിവസം മുന്നേ മറിഞ്ഞു. കൈയ്യുമ്പോൾ ചെറിയ മുറിയായിട്ടുള്ളൂ, അതന്നെ സഹിക്കാൻ പറ്റുള്ളൂ, അതാണ് അവസ്ഥ. എന്താ പറയുക ഭക്ഷണം കാക്കട്ടെ. അപ്പോൾ അങ്ങനെ നേരെ മേലാട്ട് പാർക്കിലെത്തി. വണ്ടിയൊന്നും ഇല്ലല്ലോ, ഒന്ന് പേര് ഓട്ടാന്ന് തോന്നിട്ടോ. താഴെ പാർക്കിലാണെങ്കിൽ തീരെ വണ്ടികളില്ല. ഇപ്പോൾ വണ്ടി എടുത്ത് വരേണ്ടി വരുമെന്ന് തോന്നി. പക്ഷെ ഇന്ന് ഓടാനൊരു മൂഡില്ല, കാരണം ഇന്ന് എഡിറ്റ് ചെയ്യാനാണ്. ഇത് നമ്മളെ സിനാൻ മോൻ ഒരു വണ്ടി കൊടുക്കാണ്ട് ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കുക, ഞാൻ വണ്ടി കൊടുന്ന് കാണിച്ചു തരാം. കാരണം ഓന് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു എന്താ പറയുക, ഓൻ വരുന്ന മുന്നേ ഒരു നാരങ്ങ സോഡ അടിച്ചിട്ടോ. ശേഷം ഓൻ്റെ വണ്ടി കൊടുന്നു. ഡിസ്കവറി ഏതാ മോഡൽ എന്ന് ചോദിച്ചാൽ ഓനോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. വണ്ടി 10 റുപ്യേൻ്റെ താഴെ കിട്ടിയാൽ അവൻ കൊടുക്കുന്നതാണ് പറയുന്നത്. വണ്ടിയാണ് അടിപൊളി വണ്ടി കേട്ടോ. വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റിലും അത് വേണ്ടല്ലേ, മറ്റൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല, ഒക്കെ ഓൻ തന്നെ റെഡിയാക്കും സുഹൃത്തുക്കളെ. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ നേരെ പെരേക്ക് വിട്ടു. 2 ആൾക്കാർ ഐസ്ക്രീം ഓർഡർ ചെയ്തതിന് അത് കിട്ടിയപ്പോൾ ഓൽക്ക് സമാധാനമായി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 2 3 ദിവസത്തിനുള്ളിൽ സാധനം എഡിറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഓൽക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സുഹൃത്തുക്കളെ. ബൈ, താങ്ക് യു.